ഞാൻ പല കമ്പനികളുടെ സൗണ്ട് ബാർ യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ വീഡിയോകളും ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഒരു സൗണ്ട് ബാർ ആണ്. ഇത്രയുള്ള ഒരു ബോക്സാണ് ഈ ഒരു സൗണ്ട് ബാർ വന്നിട്ടുള്ളത്. 380 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് കിട്ടുന്ന സൗണ്ട് ബാറിന്റെ സൈസ് ആണിത്. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സൈസിലാണ് ഈ ഒരു സൗണ്ട് ബാർ വന്നിട്ടുള്ളത്. സെബ്രോണിക്സിന്റെ ജൂക്ക് ബാർ 9300C എന്ന് പറയുന്ന മോഡലാണിത്. ഇതിൽ ഡോൾബി ഓഡിയോ സപ്പോർട്ട് ഉണ്ട്, ARC സപ്പോർട്ട് ഉണ്ട്, സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് ഉണ്ട്, റിമോട്ട് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ പോലെ സെബ്രോണിക്സ് പാക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് കാണിച്ചിട്ടില്ല. നല്ല കിടിലൻ പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിനുള്ളിൽ ആണ് ഈ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സൗണ്ട് ബാർ സെറ്റപ്പ്. ഇതിനോടൊപ്പം ബോക്സിനുള്ളിൽ എന്തൊക്കെ കിട്ടിയിരുന്നു നോക്കാം. ആദ്യം നമുക്ക് ലഭിച്ചത് ഒരു യൂസർ മാനുവലിന്റെ കാർഡാണ്, പിന്നെ ഒരു ഓക്സ് കേബിൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ പിന്നെ കുറച്ച് സ്ക്രൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഈ സാറ്റലൈറ്റ് സ്പീക്കർ ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള കുറെ സ്ക്രൂസും അതിന്റെ ഹോൾഡറും കാര്യങ്ങളും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ബോക്സിൽ നമുക്ക് ഇതേപോലെ ഒരു റിമോട്ട് ലഭിക്കുന്നുണ്ട്. സാമാന്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ടാണ്. ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ യൂണിറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് സൗണ്ട് ബാർ. സൗണ്ട് ബാറിന്റെ സൈസ് നിങ്ങൾ നോക്കിക്കോളൂ. ഇത്രയും കോമ്പാക്ട് ആയിട്ടുള്ള സൈസിൽ ഇത് വരുന്നതുകൊണ്ട് തന്നെ ടിവിയുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇത് പ്ലേസ് ചെയ്യുന്നു പറഞ്ഞാലും നമ്മുടെ സ്ഥലം അധികം നഷ്ടപ്പെടത്തില്ല. നമുക്ക് കാണാനും നല്ല ലുക്ക് ഈ ഒരു സൗണ്ട് ബാർ സിസ്റ്റത്തിനുണ്ട്. ഇതിനൊപ്പം 2 റിയർ സാറ്റലൈറ്റ് സ്പീക്കേഴ്സ് കൂടെ വരുന്നുണ്ട്. വളരെ സ്മോൾ സൈസിലുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈനിലാണ് ഇതും വന്നിട്ടുള്ളത്. അടുത്തത് സബ് വൂഫർ ആണ്. സബ് വൂഫറിന്റെ സൈസ് നിങ്ങൾ നോക്കിയോ, വളരെ ചെറിയ സൈസിലുള്ള സബ് വൂഫർ ആണ് ഇത്. അപ്പം ഇതിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഈ സൗണ്ട് ബാർ സിസ്റ്റം വയർലെസ് കണക്ടിവിറ്റിക്കൊപ്പം അല്ല വരുന്നത്. ഇത് ഫുൾ വയർഡ് ആയിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സാറ്റലൈറ്റ് സ്പീക്കർ ആണെങ്കിൽ പോലും ഇത് നമ്മൾ സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലത് വയർലെസ് ആയിട്ട് വരാറുണ്ട്, പക്ഷേ ഇതിൽ വയർഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ് നൽകിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ സൗണ്ട് ബാറിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഇതിന്റെ മുകളിലായിട്ട് സെബ്രോണിക്സിന്റെ ബ്രാൻഡിങ്ങും ഡോൾബി ഓഡിയോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് പവർ ബട്ടൺ കിട്ടുന്നത്. മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടണും ഇവിടെ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്ലസ് മൈനസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ഡൗൺ ചെയ്യാനായിട്ടാണ് ആ ബട്ടൺ നൽകിയിട്ടുള്ളത്. ഇതിന്റെ വശങ്ങളിലേക്ക് വരുമ്പോൾ ഗ്രില്ല് നൽകിയിട്ടുണ്ട്. ആ ഒരു ഗ്രില്ല് ഇങ്ങനെ വളഞ്ഞ് ഫ്രണ്ടിലോട്ട് മൊത്തം കവർ ആയിരിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിലാണ് ഇതിന്റെ കണക്ടിവിറ്റി പോർട്സ് ഒക്കെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സബ് ഔട്ട് പോർട്ട് ഉണ്ട്. അതിൽ നമുക്ക് സബ് വൂഫർ കണക്ട് ചെയ്യാം. അതിന്റെ അടുത്തായിട്ട് സാറ്റലൈറ്റ് സ്പീക്കർ റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട്, ലെഫ്റ്റ് സൈഡ് സാറ്റലൈറ്റ് സ്പീക്കറിന്റെ ഒരു പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ പവർ DC ഇൻ പോർട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഒപ്റ്റിക്കൽ പോർട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ USB പോർട്ട് ഉണ്ട്, ഓക്സ് പോർട്ട് ഉണ്ട്, പിന്നെ TV ARC പോർട്ടും നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിൽ കാണാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ സൗണ്ട് ബാർ വാളിലൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഹോൾഡർ സെറ്റപ്പ് കൂടെ ബാക്ക് സൈഡിൽ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം സൈഡിലായിട്ട് നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബർ പാഡിംഗ് കൂടെ നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ സൗണ്ട് ബാറിൽ കാണാനായിട്ട് സാധിക്കുക. ഇനി സാറ്റലൈറ്റ് സ്പീക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിന്റെ സൈഡിലായിട്ട് ഫുള്ള് ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത്. മുകളിലായിട്ട് പ്രത്യേകിച്ച് ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലെങ്ങും തന്നെ നൽകിയിട്ടില്ല. ഇതിന്റെയും താഴെയായിട്ട് റബ്ബർ ഗ്രിപ്പ് നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് വാളിൽ കണക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ചെറിയ പോർട്ട് കൂടെ നൽകിയിട്ടുണ്ട്. അതിന്റെ ഉള്ള ആക്സസറീസും കാര്യങ്ങളും എല്ലാം ഈ ഒരു സ്പീക്കറിനോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ചായിരുന്നു. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു കേബിൾ നൽകിയിട്ടുണ്ട്. ഈ കേബിൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡയറക്റ്റ് സൗണ്ട് ബാറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. 2 സാറ്റലൈറ്റ് സ്പീക്കറിനും സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും ഇല്ല. രണ്ടിന്റെയും സൈസും രണ്ടിന്റെയും കേബിൾ ലെങ്തും എല്ലാം ഒരേപോലെയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിപ്പോ നമ്മൾ ബാക്ക് സൈഡിൽ രണ്ടിടത്തായിട്ട് വെച്ച് കഴിഞ്ഞാലും ഇതിന്റെ കേബിൾ നല്ല ലെങ്ത് ഉള്ള കേബിൾ ആണ്. വളരെ ഈസി ആയിട്ട് സൗണ്ട് ബാർ വരെ ഇത് എത്തിക്കാനായിട്ട് സാധിക്കും. അടുത്തത് സബ് വൂഫർ ആണ്. സബ് വൂഫറിൽ പ്രത്യേകിച്ച് ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിനും നൽകിയിട്ടുള്ളത്. ഇതിന്റെ ബോട്ടം സൈഡിലായിട്ട് 4 ലെഗ്സ് നൽകിയിട്ടുണ്ട്. അതേപോലെ ആ ഒരു സബ് വൂഫർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. സൗണ്ട് ബാറിൽ 55 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് കിട്ടുന്ന 3 സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാറ്റലൈറ്റ് സ്പീക്കറിൽ ഓരോന്നിലും 55 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് കിട്ടുക. സബ് വൂഫറിൽ 105 വാട്ട്സിന്റെ RMS ഔട്ട്പുട്ട് ആണ് കിട്ടുക. ടോട്ടൽ ഔട്ട്പുട്ട് നോക്കുമ്പോൾ 380 വാട്ട്സിന്റെ ഔട്ട്പുട്ട് ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടും. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡ്രൈവർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് വൂഫറിൽ 13.33 സെന്റിമീറ്ററിന്റെ ഡ്രൈവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ബാറിലേക്ക് വരുമ്പോൾ 7.5 into 5.2 സെന്റിമീറ്ററിന്റെ 3 ഡ്രൈവേഴ്സും കാണാനായിട്ട് സാധിക്കും. സാറ്റലൈറ്റ് സ്പീക്കറിലാണെങ്കിൽ 5.08 സെന്റിമീറ്ററിന്റെ ഡ്രൈവർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇംപിഡൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് വൂഫർ 4 ohmസിന്റെയും സൗണ്ട് ബാറും സാറ്റലൈറ്റ് സ്പീക്കേഴ്സും 8 ohmസിന്റെയും വീതമാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് 50 Hz മുതൽ 20 kHz വരെയുമാണ്. ഒപ്പം മൾട്ടി കണക്ടിവിറ്റി ഓപ്ഷൻസ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5.4 ആണ്. TV ARC സപ്പോർട്ട് ഉണ്ട്, ഓക്സ് കേബിൾ സപ്പോർട്ട് ഉണ്ട്. അതേപോലെ ഒപ്റ്റിക്കൽ ഇൻ പോർട്ടും സൗണ്ട് ബാറിൽ വരുന്നുണ്ട്. USB കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 32 GB വരെയുള്ള മെമ്മറി
മെമ്മറി കാർഡ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. സൗണ്ട് ബാറിൽ ഫ്രണ്ടിലായിട്ടൊരു LED ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് ഏത് മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അത് നമുക്ക് LED ഡിസ്പ്ലേയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സബ്വൂഫറും സൗണ്ട് ബാറും സാറ്റലൈറ്റ് സ്പീക്കറും എല്ലാം മാറ്റ് ഫിനിഷിംഗിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രത്യേക പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. നല്ല പ്ലാസ്റ്റിക്കിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാം കൂടെ വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.3 kg ആണ് വരുന്നത്. ഇതിലേക്ക് കേബിൾസ് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ആദ്യത്തെ പോർട്ട് സബ് ഔട്ട് പോർട്ടാണ്. സബ് വൂഫറിൽ നിന്നുള്ള കേബിൾ ഇവിടെ കണക്ട് ചെയ്യും. അടുത്തത് SR SL എന്ന് പറയുന്ന 2 പോർട്ടുകളുണ്ട്. SR എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് സ്പീക്കറിന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ കണക്ട് ചെയ്യും. SL സാറ്റലൈറ്റ് സ്പീക്കർ ലെഫ്റ്റ് ആണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിനടുത്തായിട്ട് പവർ കേബിളൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫീച്ചേഴ്സും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ ഓക്കെയാണ്. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് കാണും. ഞാനിത് ഏകദേശം 2 weeks ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. സബ് വൂഫർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ബേസ് കിട്ടും. അതിനോടൊപ്പം തന്നെ നല്ല ലൗഡ്നെസ് കൊണ്ട് ഡിസ്ട്രോഷന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല ബേസും ട്രബിളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സൗണ്ട് ബാർ സിസ്റ്റം നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും കോമ്പാക്ട് സൈസിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് അതിന് പറ്റിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ മോഡലിൽ സാറ്റലൈറ്റ് സ്പീക്കർ വരുന്നുണ്ട്. എന്നാൽ സാറ്റലൈറ്റ് സ്പീക്കർ ഇല്ലാത്ത മറ്റൊരു മോഡലൂടെ സെയിം ഡിസൈനിൽ തന്നെ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഒരു സൗണ്ട് ബാർ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് ഒരു കൺഫ്യൂഷൻ ആയി കാണും. ഈ സൗണ്ട് ബാർ വാങ്ങണോ അതോ കുറച്ചുകൂടി വലിപ്പമുള്ള സൗണ്ട് ബാർ വാങ്ങണോ എന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക. കാരണം സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം ഏകദേശം കുഴപ്പമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിന്റെ സൈസ് വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തുകൊണ്ട് വാങ്ങിക്കൊള്ളുക. എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതോടെ ചെക്ക് ചെയ്ത് നോക്കുക.